ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ലോ കുക്കിങ്ങിലേക്ക് സ്വാഗതം. ചിക്കൻ ലെഗ് വെച്ചിട്ട് ഒരു ഫ്രൈ ഉണ്ടാക്കിയാലോ? അകത്ത് നല്ല ജ്യൂസിയും പുറമേ നല്ല ക്രിസ്പിയും ആയിട്ടുള്ള നല്ല ടേസ്റ്റുള്ള ഒരു ചിക്കനാണിത്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. കഴുകി വൃത്തിയാക്കിയെടുത്ത ലെഗ് പീസ് നന്നായി വരഞ്ഞിട്ടെടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പും 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും, 1 ടീസ്പൂൺ കസൂരി മേത്തി, 2 ടേബിൾ സ്പൂൺ വിനാഗിരിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. വിനാഗിരി ഇല്ലാന്നുണ്ടെങ്കിൽ ലൈം ജ്യൂസ് ചേർത്ത് കൊടുത്താൽ മതി. 1 മുട്ടയും ചേർത്ത് നന്നായി മിക്സാക്കി എടുക്കാം. ഇവിടെ 8 ലെഗ് പീസാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അത്രയ്ക്ക് അനുസരിച്ചിട്ടുള്ള പൊടികളും മസാലകളൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് രാവിലെ ഞാൻ മസാല പുരട്ടി വെച്ച് ഫ്രിഡ്ജിലോട്ട് വെച്ചതാണ്. അതിന് മുമ്പായിട്ട് 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടി കൂടി ചേർത്ത് ഒന്നുകൂടി മിക്സാക്കി എടുക്കാം. എണ്ണയിലോട്ട് ഇട്ട് കൊടുത്ത് ഡീപ് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ ഫ്രൈ ചെയ്യാനായി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായി മൊരിഞ്ഞ് കിട്ടുന്നവരെ ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഭാഗം ആയതിന് ശേഷം തിരിച്ചും ഇട്ട് കൊടുക്കാം. അതിന് ശേഷം ഫ്ലെയിം ഒന്ന് സിമ്മിൽ വെച്ച് കൊടുക്കണം. നന്നായി കുറച്ചായിട്ട് വെച്ച് കൊടുക്കണം. മാർക്കറ്റുകളിലൊക്കെ ലെഗ് പീസ് വേറെ തന്നെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ പാക്കറ്റാക്കിയിട്ട് കിട്ടുന്നുണ്ട്. അത് വാങ്ങിച്ചാലും മതി. ആക്കി കൊടുക്കാൻ ലെഗ് പീസ് മാത്രം മതിയെങ്കിൽ ഇതുപോലെ വാങ്ങിച്ചിട്ട് വേഗം ചെയ്യാവുന്നതേ ഉള്ളൂ. ഇട്ട് നന്നായി വെന്ത് മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഈ റെസിപ്പി വെച്ച് എല്ലാവരും ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് കൂടി ചെയ്യണം. ഇൻഷാ അല്ലാഹ് ഇതുപോലുള്ള മറ്റുള്ള റെസിപ്പിയുമായി വീണ്ടും കാണാം.